കഠിനംകുളത്താണ്. പത്തൻതോപ്പിൽ നിയന്ത്രണം വിട്ട ഇന്നോവ കാറാണ് ഇടിച്ചത്. വീട്ടമ്മ മരിക്കുകയും ചെയ്തു. പുത്തൻതോപ്പിൽ സ്വദേശിനിയായ ലതാ പോളാണ് മരിച്ചത്. 2 പേർക്ക് പരിക്കേറ്റു. ലതാ പോളിന്റെ മരുമകൾ മെൽവി ചാക്കോയും 4 വയസ്സുള്ള മാത്യു ലിയോ എന്നിവരെയാണ് പരിക്കുകളോടുകൂടി തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. സ്റ്റെഫിൻ വാർത്തയുടെ വിശദാംശങ്ങളുമായി നമ്മളൊപ്പം ചേരുന്നുണ്ട്. സ്റ്റെഫിൻ, കാറിന്റെ ഇടി കണ്ടിട്ട് തന്നെ ഫ്രണ്ട് കണ്ടാൽ തന്നെ പേടിയാവുന്നുണ്ട്. ഒരു മദ്യക്കുപ്പിയൊക്കെ കാണുന്നുണ്ട്. ഈ അപകടം എങ്ങനെയാണ് ഉണ്ടായത്? ഈ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്ന 2 പേരുടെ ആരോഗ്യനില എങ്ങനെയാണ്? ലാൽകൃഷ്ണൻ വർക്കല ഭാഗത്തു നിന്നും കോവളത്തേക്ക് വരികയായിരുന്നു UP സ്വദേശികളായ വിനോദസഞ്ചാരികൾ ഉണ്ടായിരുന്ന കാറ്. ആ കാറ് ഈ പ്രധാന വഴിയിൽ, അതായത് തീരദേശ റോഡ് വഴി ഇങ്ങനെ വരികയായിരുന്നു. അപ്പോഴാണ് പുത്തൻതോപ്പിൽ ഭാഗത്ത് വെച്ച് ഇട റോഡിൽ നിന്ന് സ്കൂട്ടറിൽ ഈ പ്രധാന വഴിയിലേക്ക് കയറിയ ലതാ പോളിനെ വാഹനം ഇടിച്ചത്. ലതാ പോളിനൊപ്പം മരുമകൾ മെൽവി ചാക്കോ, 4 വയസ്സുള്ള മകൻ മാത്യു ലിയോ എന്നിവരും ഉണ്ടായിരുന്നു. ഇവരെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഗുരുതര പരിക്കുകളാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാലും അല്പം മുമ്പായിരുന്നു ഈ സംഭവം ഉണ്ടായത്. ഈ കാറിൽ നിന്ന് മദ്യക്കുപ്പികളടക്കം കണ്ടെത്തിയിട്ടുണ്ട്. ഇവർ മദ്യപിച്ചാണോ വാഹനം ഓടിച്ചതെന്ന് സംബന്ധിച്ചൊരു സ്ഥിരീകരണത്തിലേക്ക് എത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഏതായാലും ദാരുണമായൊരു സംഭവമാണ്. ലതാ പോൾ, അതോടൊപ്പം തന്നെ മരുമകൾ 4 വയസ്സുള്ള മാത്യു ലിയോ എന്നിവരാണ് അപകടത്തിൽപ്പെട്ടത്. 2 പേരുടെയും ആരോഗ്യനില നിലവിൽ തൃപ്തികരമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അതോടൊപ്പം പുത്തൻതോപ്പ് സ്വദേശി ലതാ പോൾ ഈ അപകടത്തിൽ പെട്ട സമയത്ത് തന്നെ വലിയ ഗുരുതരമായി പരിക്കേറ്റിരുന്നു. തുടർന്ന് ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു.